ഹലോ ഫ്രണ്ട്സ്, മമ്മീസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നമ്മൾ തയ്ക്കാൻ തുണിയൊക്കെ വെട്ടുമ്പോഴത്തേക്ക് ഇതുപോലത്തെ വെട്ട് കഷ്ണങ്ങളൊക്കെ കിട്ടത്തില്ലേ, അത് വെച്ചിട്ട് എൻ്റെ മൂത്ത മരുമകളുടെ നാത്തൂൻ തയ്യക്കാരത്തെയാണേ. അവളുടെ അടുത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അവിടെ അവർ ചുരിദാറൊക്കെ തയ്ക്കുന്നുണ്ട്, നൈറ്റിയൊക്കെ തയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ വെട്ട് കഷ്ണം കിട്ടും. ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ, വെറുതെ ഇത് കളയുന്ന എന്തിനാണ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് ഇതിൻ്റെ കുറച്ച് കഷ്ണം ഇനി വേണം, അങ്ങനെ താന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഒരു കിറ്റിലാക്കി കുറച്ച് തന്നു വിട്ടതാണ്. ഞാൻ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇത് കുഞ്ഞുങ്ങളുടെ മുടി പിന്നുന്നത് പോലെ പിന്നെ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ മുടി പിന്നുന്നത് പോലെ പിന്നും. ഞാനിത് കുറച്ച് പിന്നി വെച്ചിരുന്നതാണ്. ഞാൻ ബാക്കി പിന്നുന്നത് കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ഇതിൻ്റെ കൂടെ തിരുന്ന കഷ്ണത്തിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വലിച്ച് വെച്ച് നമ്മളിങ്ങനെ അങ്ങോട്ട് പിന്നണം. വിരല് കൊണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണം. കുട്ടികളുടെ തലമുടി പിന്നുന്ന എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് അമ്മമാർക്ക് മുടി പിന്നുന്ന അറിയാത്ത അമ്മമാരാരും കാണത്തില്ല. നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ കഷ്ണം ഓരോന്നും തീരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ അതിനോടുകൂടി കൂട്ടി ചേർത്ത് ഇങ്ങനെ വെച്ച് പിന്നിക്കൊടുക്കണം. ഇങ്ങനെ ഒതുക്കി നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ അമുക്കി കൊടുക്കണം, എന്നാലേ ഇത് ശരിക്കും അങ്ങോട്ട് ഇരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അഴിഞ്ഞു പോകും. ഇതിങ്ങനെ നമ്മൾ വയ്ക്കുമ്പോൾ ഏത് കഷ്ണമാണ് വെക്കുന്നത് അതിൻ്റേതായ ഇത് വരും. ഒരേ സൈസിലെ കഷ്ണം വെക്കണമെങ്കിൽ ഒരേ സൈസിലെ കഷ്ണം വെക്കാം, വിവിധ തരത്തിലുള്ളത് വെക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഞാനിപ്പോൾ പല കഷ്ണങ്ങളാണ് വയ്ക്കുന്നത്, പല കളറിലെ തുണികളാണ് വയ്ക്കുന്നത്. പിന്നെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ച് ഇത് ഒന്ന് നേരെയാക്കി കൊടുക്കണം, എങ്കിലത് നമുക്ക് ഇവിടെ തയ്ച്ചുണ്ടാക്കാനൊക്കത്തുള്ളൂ. ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ ഒരു ചവിട്ടിയുടെ മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ ഇത് പിന്നി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും കെട്ടിയിട്ടുകൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ല ഇരുന്നാണെങ്കിൽ ഇരുന്ന് ചെയ്യാം, നമ്മുടെ സൗകര്യം പോലെ. പല കളറിലെ തുണിയാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെ ആ ഡിസൈൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇത് മറ്റേ ഇതുപോലെയൊന്നും അല്ല, ഇച്ചിരി റിസ്ക്കുള്ള പണിയാണ്, കുറച്ച് സമയവും എടുക്കും ഇത് ചെയ്യാനായിട്ട്. ഞാൻ ഇത്രത്തോളം പിന്നി ഇപ്പം ഈ വെച്ചിരിക്കുന്നത് 3 ദിവസം പിന്നിയിട്ടാണ്. എനിക്ക് ഒത്തിരി കൈ വയ്യാത്തതുകൊണ്ട് എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 3 ദിവസമായിട്ട് ഇത് പിന്നി വെച്ചത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇത്രയും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഒന്ന് പിന്നി കാണിക്കുന്നത്. ഇപ്പം ഏകദേശം നമുക്ക് ഒരു ചവിട്ടിക്ക് വേണ്ടത് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് നിർത്തുവാണ്. ഞാനിവിടെ അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തൽക്കാലം ഒരു ഇവിടെ ഇങ്ങനെ ഉടക്കിട്ട് വെച്ച്, അപ്പോൾ അതല്ലെങ്കിൽ അഴിഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇത് ചുറ്റുന്ന എങ്ങനെയാണെന്ന് ഇവിടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ പരന്ന് തന്നെ വരണം, എങ്കിലേ ഇത് നമുക്ക് റെഡിയായിട്ട് ഇരിക്കുകയുള്ളൂ. ഇത് തയ്ച്ച് പിടിപ്പിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ വരണം. ഉണ്ട്, അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നമ്മൾ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം അടുപ്പിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് തയ്ക്കുന്നത്. നമ്മുടെ ചവിട്ടി റെഡിയായിട്ടുണ്ട്. കണ്ടോ, ഞാനിതിപ്പോൾ ചുറ്റി നല്ല ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ധൃതിക്ക് ചുറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. കുറച്ചുകൂടെ നമ്മളിനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇതാകും. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് ഇനിയിപ്പം മുഴുവനായി സ്റ്റിച്ച് ചെയ്യണ കുറേ സമയം എടുക്കുന്നത് കൊണ്ട് ഞാനിപ്പം അങ്ങനെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടില്ല.
ഇനി ഇടയ്ക്കിടയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് ചവിട്ടി വെറുതെ കളയുന്ന കഷ്ണമാണ്, വെട്ട് കഷ്ണമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഇതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെറിയതായിട്ട് എടുത്തിട്ട് പിന്നെ ടേബിളിൻ്റെ പുറത്തൊക്കെ ഇതിനേക്കാൾ ഇച്ചിരൂടെ കനം കുറച്ച് ചെറിയ വട്ടമായിട്ട് എടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ വയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചൂട് പാത്രമൊക്കെ ഇറക്കി വെക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടൊക്കെ തിരികടയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്റ്റീലിൻ്റെ അത് കിട്ടും. അതിന് പകരം നമുക്കിത് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്കത് നല്ല ഇതായിട്ട് ഒരെണ്ണം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെട്ട് കഷ്ണം വെറുതെ കളയുന്ന വെട്ട് കഷ്ണം നമ്മൾ ഒന്ന് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഒരു സാധനവും നമ്മൾ വലിച്ചെറിഞ്ഞ് കളയരുത്. എല്ലാം വേസ്റ്റാന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞ് കളയാതെ കഴിയുന്നതും എല്ലാ സാധനങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ കൊണ്ടുപോയിട്ട് പല സാധനങ്ങളും കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്ത് ഓരോന്നോരോന്നൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ നമ്മൾ ഈ സാധനങ്ങളുമൊക്കെ അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പോൾ ഇത് നമുക്ക് വാതിക്കെ ഇടാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു ചവിട്ടിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന ഒരു സാധനം നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ട ഇത് ഇങ്ങനെ ഇത്രയും നല്ല ഭംഗിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ അത് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സമാധാനവും സന്തോഷവും കിട്ടും. എന്തായാലും ഞാൻ കുറച്ച് ദിവസം 2 ദിവസം ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്ര എടുത്തതൊന്നും ഇത്രയും പിന്നെ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ കൈ വയ്യാത്തത് കൊണ്ട് അങ്ങനെ പറ്റുന്നില്ല. ഞാനത് എല്ലാവർക്കും സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. ടാറ്റ.